ഹോർമൂസ് കടലിടുക്കിൽ പ്രതിസന്ധികൾ രൂക്ഷമാകുമ്പോഴും ഇന്ത്യ സുരക്ഷിതമാണ്. എണ്ണ യുദ്ധത്തെ ചെറുക്കാൻ ഡൽഹിയുടെ രഹസ്യ മാസ്റ്റർ പ്ലാൻ ഇവിടെ സജീവമാവുകയാണ്. കഴിഞ്ഞ 90 ദിവസത്തിനുള്ളിൽ തന്നെ എണ്ണ ഇറക്കുമതി നയത്തിൽ വരുത്തിയ വിപ്ലവകരമായ മാറ്റങ്ങൾ വഴി മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നതുപോലെയുള്ള വലിയ ആഘാതങ്ങൾ ഇല്ലാതെ തന്നെ ആഗോള എണ്ണ പ്രതിസന്ധിയെ നേരിടാൻ ഇന്ത്യ സജ്ജമാണ് എന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. പശ്ചിമേഷ്യയിൽ അമേരിക്ക ഇറാൻ സൈനിക സംഘർഷം വീണ്ടും രൂക്ഷമാവുകയും ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള എണ്ണ ഗതാഗതം അനിശ്ചിതത്വത്തിലാവുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷാ തന്ത്രങ്ങൾ ലോക ശ്രദ്ധ നേടുകയാണ്. കഴിഞ്ഞ 3 മാസത്തിനിടെ തന്നെ എണ്ണ ഇറക്കുമതിയിൽ ആ ഒരു നയത്തിൽ വരുത്തിയ വലിയ മാറ്റങ്ങളിലൂടെ തന്നെ മുൻകാലങ്ങളിൽ ഉണ്ടായതുപോലെയുള്ള ആഘാതങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ആഗോള എണ്ണ പ്രതിസന്ധിയെ നേരിടാൻ ഇന്ത്യ സജ്ജമായതായി തന്നെയാണ് റിപ്പോർട്ട് സൂചിപ്പിച്ചിരിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളുമായുള്ള ദീർഘകാല കരാറുകളെ മാത്രം ആശ്രയിച്ചിരുന്ന പഴയ രീതി മാറ്റി റഷ്യ, അമേരിക്ക, പടിഞ്ഞാറൻ ആഫ്രിക്ക, ബ്രസീൽ, ഗയാന, വെനസ്വേല തുടങ്ങിയ വിവിധ രാജ്യങ്ങളിൽ നിന്ന് എണ്ണ എത്തിക്കുന്ന ബഹുമുഖ വിതരണ ശൃംഖലയാണ് ഇന്ത്യ ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ സ്പോട്ട് മാർക്കറ്റ് വഴിയുള്ള നേരിട്ടുള്ള വാങ്ങലുകളും ആഗോള ട്രേഡിംഗ് സ്ഥാപനങ്ങളുമായുള്ള സഹകരണവും ഇന്ത്യയുടെ ഇറക്കുമതി സംവിധാനത്തെ കൂടുതൽ കരുത്തുറ്റതാക്കി. ഹോർമൂസ് കടലിടുക്കിൽ സംഘർഷം കനക്കുമ്പോഴും രാജ്യത്തിന്റെ ഊർജ്ജ ആവശ്യങ്ങൾ തടസ്സമില്ലാതെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി എന്നിവരുടെ നേതൃത്വത്തിൽ ശക്തമായ നയതന്ത്ര നീക്കങ്ങളും തുടരുകയാണ്. പശ്ചിമേഷ്യയിൽ യുദ്ധമേഘങ്ങൾ കനക്കുമ്പോൾ എണ്ണ പ്രതിസന്ധിയെ മുൻകൂട്ടി കണ്ട ഇന്ത്യയുടെ തന്ത്രപരമായ നീക്കം ഇപ്പോൾ ഫലം കാണുകയാണ് എന്നതാണ് വ്യക്തമാവുന്നത്. കാലാകാലങ്ങളിലായി തന്നെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള ദീർഘകാല കരാറുകളെയാണ് ഇന്ത്യ പ്രധാനമായും ആശ്രയിക്കുന്നത്. എന്നാൽ ഇറാൻ യുദ്ധവും വിതരണ തടസ്സവും ഈ രീതിയിലുള്ള അപകട സാധ്യതകൾ വെളിപ്പെടുത്തുകയാണ്. ഇതേ തുടർന്നുകൊണ്ട് ഗൾഫ് രാജ്യങ്ങളുമായുള്ള ദീർഘകാല കരാറുകൾ വെട്ടിച്ചുരുക്കിക്കൊണ്ട് സ്പോട്ട് മാർക്കറ്റ് വഴി നേരിട്ട് എണ്ണ വാങ്ങുന്ന രീതിയിലേക്ക് പൊതുമേഖലാ എണ്ണ കമ്പനികൾ വഴിമാറിയിരിക്കുകയാണ് എന്നതാണ്. മാത്രമല്ല, പശ്ചിമേഷ്യയ്ക്ക് പുറമെ തന്നെ റഷ്യ, അമേരിക്ക, പടിഞ്ഞാറൻ ആഫ്രിക്ക തുടങ്ങിയ മേഖലകളിൽ നിന്ന് കൂടുതൽ എണ്ണ എത്തിക്കുന്നു അതും ഇവിടെ എടുത്തു സൂചിപ്പിക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി ഏപ്രിൽ മാസത്തിൽ വെനസ്വേലയിൽ നിന്ന് റെക്കോർഡ് അളവിൽ ഇന്ത്യ എണ്ണ ഇറക്കുമതി ചെയ്തിരുന്നു. വിദേശ രാജ്യങ്ങളെ നേരിട്ട് സമീപിക്കുന്നതിന് പകരം തന്നെ ആഗോള ട്രേഡിംഗ് സ്ഥാപനങ്ങളുമായി തന്നെ സഹകരിച്ചുകൊണ്ട് എണ്ണ വാങ്ങുന്ന രീതിയും ഇന്ത്യ ആരംഭിച്ചിട്ടുണ്ട്. റഷ്യ യുക്രൈൻ യുദ്ധത്തെ തുടർന്നുകൊണ്ട് കുറഞ്ഞ നിരക്കിൽ ലഭ്യമായ റഷ്യൻ എണ്ണ ഇന്ത്യൻ വൻതോതിൽ വാങ്ങിയിരുന്നു. എങ്കിൽ പോലും യുക്രൈൻ ആക്രമണത്തിൽ റഷ്യൻ എണ്ണ സംഭരണ കേന്ദ്രങ്ങളിലും ടെർമിനലുകൾക്കും അവിടെയെല്ലാം തന്നെ നാശനഷ്ടങ്ങൾ സംഭവിക്കുമെന്ന് ഇന്ത്യ ആശങ്കയോടുകൂടി നോക്കിക്കണ്ടിരുന്നു. റഷ്യയിലെ ആഭ്യന്തര ഇന്ധനക്ഷാമം പരിഹരിക്കാൻ ഇന്ത്യയിൽ നിന്ന് വൻതോതിൽ പെട്രോൾ അങ്ങോട്ടേക്ക് കയറ്റുമതി ചെയ്തതായും ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുന്നതിനായിട്ടാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി എന്നിവർ ആകട്ടെ വിവിധ രാജ്യങ്ങളുടെ സന്ദർശനം നടത്തിക്കൊണ്ട് ഇത്തരത്തിൽ നയതന്ത്ര ചർച്ചകൾ ആരംഭിച്ചിരിക്കുന്നതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.